ഹായ് മുത്തുമണീസ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പം നമുക്കൊരു ചെറിയ വീഡിയോയിലേക്ക് പോയാലോ? അപ്പം മോൾക്ക് ദേവിയുടെ വേഷം കെട്ടാൻ ഒരവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ ഒരുക്കുന്നല്ലൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. നമ്മൾ പുറത്തേക്കൊക്കെ വിളിക്കുകയാണെങ്കിൽ, മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. എന്തായാലും ഇങ്ങനെ ദേവിയുടെയൊക്കെ ഒരു വേഷം കെട്ടി വരുമ്പോഴത്തേനും നല്ലൊരു റേറ്റ് ആവും. എന്താ വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ആ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ചെറിയൊരു പ്രോഗ്രാമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാമെന്ന്. അപ്പോൾ സാരിയൊക്കെ വെച്ചാൽ നമ്മൾ മറാത്തി സ്റ്റൈലിലാണ് സാരി ഉടുക്കുക. നമ്മൾ സാധാരണ ഉടുക്കണ മാതിരിയൊന്നുമല്ല. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതൊക്കെ ഇങ്ങനെ ഏകദേശം പഠിച്ച് ഞാൻ മോളെ സാരി കൊടുപ്പിച്ചിട്ടു. സാരിയും തന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. റെഡ് കളറിൽ വരുന്ന സാരി ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലൗസൊക്കെ എൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൺലൈനിൽ വാങ്ങിയ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ആർക്കായാലും പാകമാവും. എന്താ വെച്ചാൽ ഇങ്ങനെ വെനിയൻ്റെ തുണിയാണ്. അപ്പോൾ വലുതാവും ചെയ്യും, ചെറുതാവും ചെയ്യും. അങ്ങനത്തെ മോഡലാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കറക്റ്റ് ഫിറ്റായി കിട്ടി കേട്ടോ. പിന്നെ ആഭരണങ്ങളൊക്കെ നമ്മളെ മോളുടെ കൂട്ടുകാരീൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുണ്ടായിരുന്നത്. അവർ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഡാൻസ്, ഇപ്പോൾ മോള് ഡാൻസ് പഠിക്കണതാണ്. അപ്പോൾ അവർ സ്വന്തമായിട്ട് വാങ്ങിയ ആഭരണങ്ങളായിരുന്നു കേട്ടോ അത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒന്ന് വാങ്ങി കൊണ്ടുവന്നു. അങ്ങനെ ആഭരണങ്ങളും സാരിയൊക്കെ സെറ്റായി. പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അതൊന്നും കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ ലിപ്സ്റ്റിക്ക്, അതേമാതിരി ഐബ്രോ ഒക്കെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ മഞ്ഞ കളറൊക്കെ വരുന്ന മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അതൊക്കെ ആ ഒരു ലെവലിൽ അങ്ങനെ ഇതാക്കി. അതേമാതിരി പൗഡർ കൊണ്ട് പൊട്ടൊക്കെ ആ ഒരു ലെവലിൽ ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു ദേവിയുടെ ലുക്കൊക്കെ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളെ അഭിപ്രായം എന്താ പറയണേ? പിന്നെ ഈ കിരീടം മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്?